ഒരു തരത്തിലും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ഏത് വിഷയത്തിൽ നോക്കിയാലും കേന്ദ്രം കേരളത്തെ കൈയച്ച് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചാരവേല കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു, കേരളത്തെ അവഗണിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രചാരണ തന്ത്രമാണ് അവർ നടത്തുന്നത്. ഈ ബജറ്റ് ഏറ്റവും നല്ല ബജറ്റാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഇത്രയും കാലം എന്തായിരുന്നു ഒന്നാം ബജറ്റ് തലക്കെട്ട്? നികുതിദായകരെ വഞ്ചിച്ചു. ഇത്രയും കാലം ബജറ്റ് വരുമ്പോൾ എല്ലാം ഉള്ള എന്തായിരുന്നു? സർ, 1,00,000 രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമായിരുന്നു കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോൾ. UPA ഭരണകാലത്ത് 2,00,000 രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കണമായിരുന്നു. നിങ്ങളെല്ലാവരും LDFും UDFും വിമർശിച്ചത് ഒരു 10 ലക്ഷം രൂപ വരെയുള്ള നികുതി, ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. 12 ലക്ഷം ആദായ നികുതി വകുപ്പ് പരിധിയാക്കിയപ്പോൾ പുതിയ ന്യായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറയുന്നത് പോലെയാണ്. 12 ലക്ഷം രൂപ ആദായ നികുതി വകുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോൾ 20 lakhs കുടുംബങ്ങൾക്ക് കേരളത്തിലും പ്രയോജനമുണ്ട്. 20 ലക്ഷം ടാക്സ് പേയേഴ്സിൻ്റെ കുടുംബങ്ങൾക്ക് കേരളത്തിൽ പ്രയോജനമുണ്ട്, നേരിട്ട്, അല്ലാതെ വേറെ. ആരും ഒരു നല്ല വാക്ക്, ഒരു മന്ത്രിയും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്. ധനകാര്യമന്ത്രി നേരത്തെ പറഞ്ഞ 20,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാനുണ്ടായിരുന്നു. ഇപ്പം ആരും അത് പറയുന്നില്ലല്ലോ. കേന്ദ്രത്തിന് ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഒരു ആനുകൂല്യം പിടിച്ചു വെക്കാൻ കഴിയില്ല. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം കൊടുക്കുന്നതാണ്. കേരളത്തിനോട് മാത്രമായിട്ട് ഒരു തരത്തിലുള്ള അവഗണനയും കാണിക്കാൻ കഴിയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. മന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിഹിതങ്ങളൊന്നും. ബഡ്ജറ്റിൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഴുവൻ ബജറ്റ് നോട്ടും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു, വലിയ പദ്ധതികളില്ല. ഇതൊരു തെറ്റായ പ്രചാരവേലയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ പ്രചരണമാണ്. കേന്ദ്ര അവഗണനയല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ദുസ്ഥിതിക്ക് കാരണം. കേരള സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ LDF തയ്യാറാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തത് VD സതീശനും സംഘവും എന്തിനാണ് ഈ പ്രചാരവേല ഏറ്റുപിടിക്കുന്നതെന്നാണ്.